ഹലോ, യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഒരു ഗ്ലാസ് പുഡിംഗ് ആണ്. കരിക്കും വെള്ളം ഉപയോഗിച്ചാണ് ഞാനിവിടെ ഇന്ന് ഗ്ലാസ് പുഡിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെയാണ് ഈ ഗ്ലാസ് പുഡിംഗ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പുഡിംഗ് ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് കരിക്കിൻ വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊരു സോസ് പാനിലേക്ക് ഒഴിക്കാം. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്ന കരിക്കും വെള്ളത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അഗർ കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. 2 കപ്പ് കരിക്കിൻ വെള്ളത്തിന് 2 ടേബിൾ സ്പൂൺ അഗറാണ് ഞാൻ ഇവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം 100 ഗ്രാം ചൈന ഗ്രാസ് കുതിർത്തതും ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. പഞ്ചസാര എല്ലാം നന്നായി ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. ഇപ്പോൾ പഞ്ചസാര എല്ലാം നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിം തീയിൽ നമ്മൾക്കിത് തിള വരുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ ഇവിടെ കരിക്കും വെള്ളം നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി അടുപ്പിൽ നിന്ന് മാറ്റി നന്നായി ഒന്ന് തണുക്കുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ കരിക്കും വെള്ളം നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കരിക്ക് കൊത്തിയരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണൽ ആണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇനി ഇത് നമ്മൾക്ക് ചെറിയ ബൗളുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുഡിംഗ് ഞാൻ ഇവിടെ ഈ ബൗളിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി ഇത് നമ്മൾക്ക് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുക്കാം. അരമണിക്കൂറിന് ശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. കരിക്കും വെള്ളം കൊണ്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കെല്ലാം നന്നായി ഇഷ്ടപ്പെടുന്ന കരിക്കും വെള്ളം കൊണ്ടുള്ള ഈ ഗ്ലാസ് പുഡിംഗ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടുന്നതായിരിക്കും.